നമസ്കാരം. പോസ്റ്റോ ന്യൂസ് ചാനൽ ഇപ്പോൾ നിൽക്കുന്നത് കരിക്കകം ദേവി ക്ഷേത്രത്തിന് മുൻപിലാണ്. ഇവിടെ ഇതുവഴിയാണ് പാർവതി പുത്തനാർ കടന്നു പോകുന്നത്. മുൻപൊരു പാലം പണിതപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകൻ പറയുകയുണ്ടായി, അതുവഴി വണ്ടി കടന്നു പോകണമെങ്കിൽ ഒന്നുകിൽ പാലം ജസ്റ്റ് ഒന്ന് പൊങ്ങി കൊടുക്കണം, അതുമല്ലെങ്കിൽ വണ്ടി ജസ്റ്റ് ഒന്ന് കുനിഞ്ഞു പോകണമെന്ന്. എന്നാൽ ഇത് അക്ഷരം പ്രതി ശരിയായിരിക്കുകയാണ്. ഇവിടെ ഈ പാർവതി പുത്തനാറ് വഴി ബോട്ട് സർവീസ് കടന്നു പോകും. ബോട്ട് സർവീസ് കടന്നു പോകുമ്പോൾ ഈ പാലം ഉയർന്നു കൊടുക്കും. ആ പാലത്തിന്റെ ഉദ്ഘാടന ദിവസമാണെന്ന്. നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ലിഫ്റ്റിംഗ് ബ്രിഡ്ജായിട്ടുള്ള ബ്രിഡ്ജാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. നമുക്ക് അതിന്റെ വിശേഷങ്ങളിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ലിഫ്റ്റ് ബ്രിഡ്ജിലാണ്. ഇവിടെ വാഹനങ്ങൾ കടന്നു പോകാനുള്ള സൗകര്യമുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ ഇതുവഴി ബോട്ട് സർവീസ് കടന്നു പോകുമ്പോൾ ഈ പാലം ഉയർന്ന് പൊങ്ങുകയും ബോട്ട് കടന്നു പോയതിനു ശേഷം സാധാരണ നിലയിലോട്ട് ഈ പാലം വരികയും ചെയ്യും. ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് കരിക്കകം ദേവി ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലാണ്. ഈ കാണുന്ന റോഡ് നേരെ പോയി എത്തുന്നത് ആ പാലത്തിലാണ്, ലിഫ്റ്റ് ബ്രിഡ്ജിലാണ്. തീർച്ചയായിട്ടും ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്കും മറ്റ് ഇവിടെ താമസിക്കുന്ന ആളുകൾക്കും വളരെ പ്രയോജനപ്രദമായ രീതിയിൽ തന്നെയാണ് പാലം പണിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ലിഫ്റ്റ് ബ്രിഡ്ജ് ഇന്ന് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഈ സർക്കാർ വന്നതിന് ശേഷം നമ്മുടെ ടൂറിസം മേഖലയ്ക്ക് ഒട്ടേറെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയുണ്ടായി. അതിലൊന്ന് തന്നെയാണ് ഈ ലിഫ്റ്റ് ബ്രിഡ്ജും. നമ്മുടെ ഈ അടുത്ത് വന്നിട്ടുള്ള ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ആയിരുന്നാലും ഗ്ലാസ് ബ്രിഡ്ജ് ആയിരുന്നാലും ഒക്കെ തന്നെ നമ്മുടെ ടൂറിസം മേഖലയ്ക്ക് ഒരു മുതൽക്കൂട്ടാണ്. അത്തരം ഒരു മുതൽക്കൂട്ട് തന്നെയാണ് ഈ ലിഫ്റ്റ് ബ്രിഡ്ജും. ക്യാമറമാൻ ബാഹുലയനോടൊപ്പം ശ്യാം കഠിനംകുളം, പോസ്റ്റോ ന്യൂസ്.